ഹലോ ഗേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ KL ഗെയിമർ. അപ്പോൾ നമ്മളിന്ന് അന്ന് കളിച്ച് നിർത്തിയതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. ഇതാ ഗേഴ്സ്, നമ്മളന്ന് കളിച്ച് നിർത്തിയിരുന്നു. ഇതിന് നമ്മുടെ മിഷൻ എന്താ വെച്ചാൽ നമ്മൾ വീട് കെട്ടലാണ്. നമുക്കൊരു ചെറിയൊരു വീട് ഉണ്ടാക്കണം. ഇതാണ് ഇതിൽ നമ്മുടെ മിഷൻ. അപ്പോൾ നമ്മൾ മിഷനിലേക്ക് കിടക്കുകയാണ്. ഹലോ ഗേഴ്സ്, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നൈറ്റാണ്, താഴെ സോംബീസ് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹലോ, അപ്പോൾ നമ്മൾ സ്ക്രീനൊന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മളിനി പകലാകുന്ന വരെ നമ്മളിവിടെ കാത്തു നിൽക്കണം. അതാണ് അതിൻ്റെ പ്രശ്നം. ഗൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നേരം വെളുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വുഡ് വേണം. വുഡ് കളക്ട് ചെയ്യണം. ഓക്കെ, കുറച്ച് വുഡാണ് വേണ്ടത്. അപ്പോൾ ഗൈസ്, ക്രീപ്പർ എനിക്ക് പേടിയാണോ? ഓ ഗൈസ്, ഹലോ ഗൈസ്, പകലായിട്ടുണ്ട്. എനിക്കിവിടെ നിന്ന് ഇറങ്ങാനൊരു ഭയം. കുറേ സോംബീസ് ഉള്ളതുകൊണ്ടേ. അയ്യോ, ജസ്റ്റ് മിസ് ഗൈസ്. ഇപ്പോൾ പോയിരുന്നു താത്തോട്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ഇറങ്ങി ഓടാം. അറിയാലോ, ഞാനൊരു ന്യൂബാണ്, അത്ര പ്രോ പ്ലെയറൊന്നും അല്ല. ലൈഫ് പറഞ്ഞിരിക്കുകയാണ്. ഒരു ക്രീപ്പർ ഉണ്ടായിരുന്നു, അതങ്ങ് പൊട്ടി. കഴിഞ്ഞിട്ടില്ല, ഇറങ്ങിയോടാ. ഇറാൻ ഇപ്പോൾ നമുക്കിനി, ഞാൻ പറഞ്ഞല്ലോ, വീട് കെട്ടലാണ് നമ്മുടെ ഒരു മിഷൻ. വീട് വേണം, ബെഡ് വേണം, കുറച്ച് കാര്യങ്ങളും കൂടെ വേണം. ഫുഡ്, അതാണ് വേണ്ടത്. ഫുഡ് വേണം. അപ്പോൾ നമുക്ക് ലെതർ കിട്ടിയില്ല. അതിൻ്റെ അൺലോക്കിംഗ് ആണ് മേലെ കാണിച്ചത്. അപ്പോൾ ഗൈസ് എന്താ മറ്റേ ഇവന്മാർ വന്നിട്ടുണ്ട്. ഇവന്മാരെ കൊന്നതിന് ലീഷ് കിട്ടും. ലീഷ് കിട്ടും. നമുക്കിപ്പോൾ അത് ആവശ്യമില്ല. നമുക്കിപ്പോൾ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ജലദോഷമുണ്ട്. അപ്പോൾ നമുക്കൊരു വീടാണ് വേണ്ടത്. പലതരം കുഴി ബെറ്റയിൽ വന്നിട്ടുണ്ട്. പലതരം ചിക്കൻസ് വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. മരം വെട്ടൽ പരിപാടി. കുറച്ച് മരം വെട്ടാം. അതിന് മുമ്പ് ആടുകളെ നമുക്ക് കൊന്നേക്കാം. വെട്ടുണ്ടാക്കണം. എത്രണ്ണം? 2 എണ്ണം ആയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആടിനെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വിശാലാവും. ഒരു ബ്ലാക്ക് ആടിനെയും കൂടെ കിട്ടിയാൽ മതി. മരം വെട്ടാം. നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാൻ സാൻഡിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം മരം വെട്ടിക്കതിന് ശേഷം സാൻഡ് കളക്ട് ചെയ്യണം. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് കെട്ടണം.
ഒരു സാൻഡ് കളക്ട് ചെയ്യാൻ പോകണം. പിന്നെ മൈൻക്രാഫ്റ്റ് ഇല്ലാതെ വേറെ ഏതെങ്കിലും ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. മൊബൈലിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഗെയിമുകൾ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ് മഴയിൽ നമുക്ക് മരം വെട്ടൽ പരിപാടി കഴിഞ്ഞതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ് മരം വെട്ടൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 46 സ്റ്റാക്ക് മരം എടുത്തിട്ടുണ്ട്. ഇനി സാൻഡ് തപ്പിപ്പോണം. സാൻഡാണ് കിട്ടാൻ പാട്. ഇവിടെ ഞാൻ ഇതുവരെ ഒരു സാൻഡ് കണ്ടില്ല. കണ്ടു ഗൈസ്, കണ്ടു. പക്ഷെ അത് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. ഇനി അവിടെ നിന്ന് ചത്ത് കഴിഞ്ഞാൽ തിരിച്ചു വരാനാണ്. ഹാർഡ് കോർ ട്രൈ ചെയ്യണമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഹാർഡ് കോർ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഗൈസ് മണൽ വെട്ടാൻ പോവാം. അപ്പോൾ കുറച്ച് മണൽ എത്തിയെടുക്കാം. ഞാൻ ഇവിടെ ഒരു ഗുഹ കണ്ടിരുന്നു. നമുക്ക് ബെഡ് ഉണ്ടാക്കിയ വെച്ചാൽ ആ ഗുഹയ്ക്കൊന്ന് ഇറങ്ങി നോക്കാം. റീസ്പോൺ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഗൈസ് നൈറ്റ് ആവാനായോ ഒരു സംശയം. അപ്പോൾ വേഗം നമുക്കിപ്പോൾ വന്നോടേക്ക് തന്നെ എത്ര സാൻഡ് മതിയാവുമായിരിക്കും. അടുത്ത് തന്നെ ഒരു സ്ഥലം ഓർമ്മയുണ്ട്, അതുകൊണ്ട് വരാം ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ എൻ്റെ അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ മൈൻക്രാഫ്റ്റ് ഒരു ബെസ്റ്റ് ഗെയിമാണ്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഗെയിം തന്നെയാണ്. ഒരുപാട് ഇൻസ്റ്റാളിങ്ങും കാര്യങ്ങളുള്ളൊരു ഗെയിമാണ്. കാരണം നമ്മൾ ഈ ഗെയിം പറയുമ്പോൾ അപ്ഗ്രേഡ് ആവും. എല്ലാ ഗെയിമും അപ്ഗ്രേഡ് ആവും. പക്ഷെ ഈ ഒരു ഗെയിമിൻ്റെ അപ്ഗ്രേഡേഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങൾ തന്നെ വീണ്ടും അപ്ഗ്രേഡ് ആവും. അങ്ങനെയാണ്. ചില സമയത്ത് മാത്രമാണ് പലതും വരുള്ളൂ. ഈ ഇടയായിട്ട് ഒരു അപ്ഡേറ്റ് വന്നതായി ഞാൻ കേട്ടു. കോപ്പർ ഗോളം എന്ന് പറഞ്ഞിട്ട് ഒരു ഹാങ് ഉണ്ട്. നമുക്ക് റെഡിയാക്കാം. ഈ ലാവൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആയിട്ട് തന്നെ ഒരു വീട് പണിയാം. ആദ്യം ഒന്ന് മരക്കട്ടെ. ഈ മര കഷ്ണം കൊണ്ടൊന്ന് പൊതിയാം. നമുക്ക് ഡേ ഒന്ന് സെറ്റ് ആവണമല്ലോ. ഒന്ന് മുകളിലോട്ടൊന്ന് പോകണം. കാരണം രാത്രി ആവാനായോ. രാത്രി ഫൈറ്റ് ചെയ്യാൻ നിൽക്കാം. വീടൊക്കെ ആണെങ്കിൽ പിന്നെയും ഫൈറ്റ് ചെയ്യാൻ നിൽക്കാം. ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ സ്പോണായ സ്ഥലം അറിയില്ല. ഞാനും ചത്തു കഴിഞ്ഞാൽ ഇല്ല തോന്നുന്നു. കുറച്ചുകൂടെ സമയമുണ്ട് രാത്രി. അപ്പം നമുക്ക് ഇവിടെ വേഗം ഒന്നൊരു വീട് കെട്ടിയാൽ. ഗൈസ് നമ്മൾ വേഗം ഒന്നൊരു വീട് കെട്ടുകയാണ്. നമുക്ക് ആദ്യം ഒന്ന് അതിൻ്റെ ചുറ്റും ഒന്ന് പൊതി. എന്നിട്ട് വേണം നമുക്ക് അവിടെ മുറിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടി. ഒരു ചെറിയൊരു വീടാണ്. പിന്നെ നമുക്ക് അതൊന്ന് അപ്ഗ്രേഡ് ആവാം. അപ്പോൾ ഒരു ഹാങ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഒരു 2 നില പണിതതിന് ശേഷം നമുക്ക് കാണാം.
ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കെട്ടി കണ്ടിരുന്നു. നമുക്ക് അതിന് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു പെട്ടി കെട്ടി വെച്ചത്. രാത്രി ഒന്ന് സർവ് ചെയ്യാൻ മാത്രം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീട് കെട്ടാം. അതിനുള്ള സാമഗ്രികൾ ഇല്ലാത്തതിനാലാണ്. അടുത്തൊരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതൊന്ന് 4 ഗ്ലാസും വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് KL Gamer എന്ന യൂട്യൂബ് ചാനലാണ്. ഓൾ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ബൈ.